ഹലോ. അപ്പൊ ഞാൻ വണ്ടിന്റെ ഉള്ളിലാണ് ഉള്ളത്. വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത്ര സൗണ്ട് ക്ലിയർ ആയിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വണ്ടിയിൽ നിന്ന് ചെയ്യാൻ വിചാരിച്ചത്. അപ്പൊ ഞാൻ ഇപ്പൊ പറയാൻ വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ മാരേജ് ലൈഫും ബിഫോർ മാരേജ് ലൈഫും കമ്പയർ ചെയ്തിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഒരുപാട് കേട്ടോണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, കല്യാണം കഴിഞ്ഞപ്പോ അവള് മാറിപ്പോയി, കല്യാണം കഴിഞ്ഞപ്പോ അവൻ മാറിപ്പോയി. അപ്പൊ ഏട്ടനും ഞാനും, അതിപ്പോ ഞങ്ങളുടെ ലൈഫിൽ മാത്രമല്ല, പൊതുവെ എല്ലാ കല്യാണം കഴിഞ്ഞ ദമ്പതികളിലും കാണപ്പെടുന്ന ഒരു കാര്യമാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയില്ല, എനിക്ക് അങ്ങനെ തോന്നുന്നത്. അപ്പൊ ഞങ്ങൾ ഒരുപാട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. അപ്പൊ എന്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു, ഏട്ടന്റെ സ്വഭാവത്തിന് മാറ്റം വന്നു, അങ്ങനെയാണ് പറയുന്നത് എല്ലാവരും. അപ്പൊ ഞാനും മുന്നേ ചിന്തിച്ചുകൊണ്ടിരുന്ന, ഇവരെ തെറ്റ് പറയാനൊന്നും പറ്റില്ല, കാരണം ഞാനും ചിന്തിച്ചൊരു കാര്യമാണ് മുന്നേ. അതായത് എന്റെ കല്യാണത്തിന് മുന്നേ എന്റെ ഫ്രണ്ട്സിനൊക്കെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിക്കാറുണ്ട് ഇങ്ങനെ, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഫ്രണ്ട്സ് തമ്മാമ പറഞ്ഞിട്ടുണ്ട്, എന്താ അവരും വിളിക്കാതെ, എന്താ വിളിക്ക, ഒരു കോണ്ടാക്ട് ഇല്ല, അങ്ങനെ ഇങ്ങനെ, ഇനി ഞങ്ങളൊന്നും വേണ്ടി വരില്ല, കല്യാണം കഴിഞ്ഞല്ലോ, അപ്പൊ ഹസ്ബൻഡ് ഉണ്ടല്ലോ, ഇനി ഞങ്ങളൊന്നും ആവശ്യം ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് അവരെ മനസ്സിൽ എന്താന്ന് ചിന്തിക്കാനുള്ള ഒരു ഇത്, അവരെ ലൈഫ് എന്താ, അവരെ മനസ്സിൽ എന്താ ഉള്ളത് ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ ഞങ്ങൾ ചിന്തിച്ചു കൂട്ടിക്കൊണ്ടിരുന്ന കാര്യങ്ങളാണത്. അപ്പൊ അതുപോലെ തന്നെ ആയിരിക്കാം ഓരോ ആൾക്കാരും ചിന്തിക്കുന്നത് എനിക്ക് തോന്നുന്നത്. അപ്പം പക്ഷെ കല്യാണം കഴിഞ്ഞവരും അങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവര് ആ കുശുമ്പ് കൊണ്ട് ചോദിക്കുന്ന അത്രേ ഉള്ളൂ. പിന്നെ മാറ്റം, കല്യാണത്തിന് മുന്നേ ഞങ്ങൾ നടന്നതുപോലെ, അതപ്പോ ആണായാലും പെണ്ണായാലും മുന്നേ നടന്നതുപോലെ ആയിരിക്കില്ല കല്യാണത്തിന് ശേഷം. പാർട്ട്ണറിനെ സംബന്ധിച്ചിട്ട് ഒരു സപ്പോർട്ടിങ് പാർട്ട്ണർ ആണെങ്കിലും അല്ലെങ്കിലും, സപ്പോർട്ട് ഇല്ലാത്തതാണെങ്കിലും, എന്താ പറയാ, ഒരു സമാധാനം നിറഞ്ഞൊരു ദാമ്പത്യ ജീവിതമാണെങ്കിലും അല്ലെങ്കിലും, എന്തായാലും ഒരു ഫ്രണ്ട്സുമായിട്ടൊരു അകലം വരും. അതായത് ഫ്രണ്ട്സിനെ വേണ്ട എന്നല്ല പറയുന്നത്, ഫ്രണ്ട്സ് വേണം. എല്ലാ കാര്യത്തിനും ഞങ്ങൾക്ക് ഫ്രണ്ട്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഞങ്ങളുടെ സങ്കടം ഏതൊരു സമയത്ത് കേൾക്കാനും ഫ്രണ്ട്സേ ഉണ്ടാവുള്ളൂ. അപ്പൊ അവരെ എന്തുകൊണ്ട് വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, അവരും വേണം. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണല്ലോ. അപ്പം ഭാര്യ ഭർത്താവ് എന്നുള്ളത്, ഞങ്ങൾക്ക് മക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ മക്കളിലേക്കായി. അപ്പൊ ഭാര്യ ഭർത്താവ് മക്കള്, പിന്നെ ഞങ്ങള് വീടിന്റെ കാര്യങ്ങൾ ചിന്തിക്കണം, വീട്ടുകാരുടെ കാര്യങ്ങൾ ചിന്തിക്കണം. ഒരു ഉത്തരവാദിത്വം തന്നെയാണ് വരുന്നത്, കല്യാണം കഴിയുന്നതിലുള്ള ഒരു ഉത്തരവാദിത്വം തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിട്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കുക എന്നുള്ളതും, അത് മാത്രമല്ല, അതെന്തായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സ്ത്രീകൾ എന്തായാലും വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിപ്പോൾ ജോലിക്ക് പോയാലും ജോലിക്ക് പോയില്ലെങ്കിൽ എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ. അപ്പൊ മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഹസ്ബൻഡ് സപ്പോർട്ടിങ് പാർട്ണർ ആണെങ്കിൽ ഹെൽപ്പിനായാലും ഞങ്ങളെ കൂടെ ഉണ്ടാവും, എന്ത് കാര്യത്തിലായാലും കൂടെ ഉണ്ടാവും. അപ്പൊ ആ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഫ്രണ്ട്സിനെ മറന്നു പോകുന്നത് കൊണ്ടല്ല വിളിക്കാത്തത്. ചിന്തിക്കുന്നുണ്ടാവാം, ആ ഒരു സമയത്തും ചിന്തിക്കുന്നുണ്ടാവാം ഫ്രണ്ട്സിനെ കുറിച്ചിട്ട്, അവരിപ്പോ എന്താക്കുന്നുണ്ടാവും, അങ്ങനെ എങ്ങനെ. പക്ഷേങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ആ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ കോണ്ടാക്ട് ചെയ്താൽ പോലും പണ്ടത്തെ ആ ഒരു കണക്ഷൻ വെച്ചിട്ട് തന്നെ സംസാരിക്കാനും പറ്റുന്നുണ്ട്. കാരണം ഫ്രണ്ട്സിനും എല്ലാവരും അനുഭവിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെ ആണല്ലോ പോകുന്നത്. എല്ലാവരും വിവാഹത്തിന് മുന്നേ ഉള്ള ഒരു കാര്യമായിരിക്കില്ല വിവാഹത്തിന് ശേഷമുള്ളത്. അവ എല്ലാവർക്കും മനസ്സിലാകുമ്പോൾ തോന്നും. ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഓ ഇതുകൊണ്ടായിരിക്കാം ഇത്ര ഇങ്ങനെ ഓരോ ടെൻഷനും കാര്യങ്ങളും, കുടുംബത്തിന്റെ കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടാവാം, ഉത്തരവാദിത്തങ്ങൾ കുറെ കിട്ടിയല്ലോ, അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് ഫ്രണ്ട്സ് ഒന്നും വിളിക്കാതിരുന്നത് എന്നുള്ള ഒരു പാഠം എനിക്ക് കിട്ടി. പക്ഷേ ചില കുടുംബക്കാർ കുത്തി കുത്തി പറയുമ്പം, അതായത് കല്യാണത്തോടെ ഓ മാറി, ഇതിപ്പോ എന്റെ ഹസ്ബൻഡിന്റെ കാര്യം വെച്ച് പറയുകയാണെങ്കിൽ, കല്യാണം കഴിഞ്ഞതോടെ അച്ചു മാറി, അച്ഛന് നല്ല മാറ്റം വന്നു, അങ്ങനെ പറയുമ്പം അതൊരു നല്ല പറച്ചിലല്ല, അത് എനിക്കിട്ടുള്ള ഒരു കൊട്ടലാണ്. കാരണം ഞാൻ ഏട്ടനെ പറഞ്ഞിട്ട് തിരുത്താനോ അല്ലെങ്കിൽ ഇങ്ങനെ മാറണമെന്നോ എനിക്കറിയില്ല. എനിക്ക് ഇവരെ കുടുംബകാര്യങ്ങളും അറിയില്ല, വീട്ടുകാര്യങ്ങളും അറിയില്ല, ഒന്നും അറിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചത് ഇങ്ങനെയാ. അപ്പൊ നോർമൽ ഞാൻ കേൾക്കുമ്പോൾ ചിന്തിക്കുക ഇങ്ങനെയാ, ഞാൻ പറഞ്ഞു മാറ്റിയത് പോലെയാണല്ലോ ഈശ്വര ഇവർ പറയുന്നത്. അപ്പോൾ എന്റെ വീട്ടുകാർ, ഏട്ടന്റെ വീട്ടുകാർ ഒരിക്കലും ഇങ്ങനത്തെ ഒരു വർത്താനേ പറഞ്ഞിട്ടില്ല. കാരണം അവർക്ക് എന്നെ നന്നായിട്ട് അറിയാം, ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പോലെ ഞാൻ പറഞ്ഞു തരാണ്. അപ്പോൾ ഏട്ടൻ മാറിയത് എന്റെ മുന്നിൽ വെച്ച് പറയാണ്. ഇപ്പം അച്ചു നല്ല മാറി, അച്ചു ഇപ്പൊ വിളിക്കുന്നില്ല, മിണ്ടാറില്ല, പറയാറില്ല, ഒരു കണക്ഷൻ ഇല്ല എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പൊ ഞാൻ എന്താ നോർമലി ചിന്തിക്കുക, അപ്പോ അവരത് അച്ചുവിനെ പറയുന്ന പറച്ചിലല്ല, അവരത് എനിക്കിട്ട് കൂട്ടുന്ന ഒരു കൊട്ടലാണെന്ന് എനിക്ക് തോന്നും. കാരണം പറയാൻ ആ ഒരു കുറ്റത്തോടെ പറയാണെന്ന് ഞങ്ങൾക്ക് ഒരു ബുദ്ധിയുള്ളവർക്ക് അത് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. എനിക്കത് തോന്നും, ഏട്ടൻ മാറിയത് ഞാൻ കാരണമാണല്ലോ, അപ്പൊ ഞാൻ പറഞ്ഞു തിരുത്തിയതാണ് എന്നാണല്ലോ പറഞ്ഞു വരുന്നത്. അതായത് അവർ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അച്ചു മാറി, അച്ചു വിളിക്കുന്നില്ല, അച്ചു മിണ്ടുന്നില്ല, ആ ഒരു രീതിയിൽ. അപ്പൊ ഞാൻ ഒരാളെയും പറഞ്ഞു തിരുത്താനോ, എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പറയാം, ഞാൻ ഏട്ടനെ ആയാലും പറഞ്ഞു തിരുത്താനോ അല്ലെ മുന്നത്തെ സ്വഭാവം മാറ്റാനോ ഒന്നും ഞാൻ പോയിട്ടില്ല. കാരണം ഞങ്ങൾ പ്രണയിച്ച് കല്യാണം കഴിച്ചതുമല്ല. എനിക്ക് ഇവരെ
ഫാമിലി കാര്യങ്ങൾ ഒന്നും അറിയാണ്ട് കയറി വന്ന ഒരാളാണ് ഞാൻ. അപ്പൊ പറഞ്ഞു തിരുത്തേണ്ട ആവശ്യം എനിക്കില്ല. എന്റെ മുന്നിൽ എന്താണോ കാണുന്നത് അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു രീതിയിലാണ് ഞാനിവിടെ ജീവിക്കുന്നത്. അപ്പം ഏട്ടന് ഏട്ടന് സ്വന്തം നിലപാടുകളുണ്ട്. ഏട്ടന് എന്താ പറയാ, സ്വന്തമായിട്ടുള്ള നിലപാടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ജീവിതത്തിനെ കുറിച്ച് മുന്നോട്ടേക്ക് ചിന്തിക്കാനുണ്ട്. ഇനി ഞങ്ങളെ ലൈഫ് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്നുള്ള ബോധമുണ്ട്. അപ്പൊ ആ ഒരു ടെൻഷനിൽ നടക്കുന്നതാ. ഈ പറയുന്ന ഒരാളും ആ ഒരു കാര്യങ്ങൾ ചിന്തിക്കുന്നില്ല. അവനൊരു ലൈഫ് ഉണ്ട്, അവൻ ജീവിച്ച് തുടങ്ങട്ടെ, ആ ഒരു രീതിയിലല്ല ചിന്തിക്കുന്നത്. നേരെ മറിച്ച് ഓന്റെ കല്യാണം കഴിഞ്ഞപ്പോ തൊട്ടിട്ട് ഓൻ ഇങ്ങനെയാ, വിളിക്കാറില്ല. അപ്പൊ ഞാൻ എന്റെ അടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ നോർമലായിട്ട് ചോദിക്കുന്ന കാര്യമാണ് ഇവരുടെ അടുത്ത്, മുന്നേ എങ്ങനെയായിരുന്നു, വിളിക്കാറുണ്ടോ, സംസാരിക്കാറുണ്ടോ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തോ, അങ്ങനെ പറയാറുണ്ട്. പക്ഷെ ഇവര് പറയുന്നത് ഏട്ടൻ കല്യാണത്തിന് മുന്നേയും ശേഷവും വീട്ടുകാർക്ക് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാറ്റമില്ല. അപ്പോൾ ആ ഒരു മാറ്റം ഇല്ല എന്നാണ് വീട്ടുകാർ പറയുന്നത്. പക്ഷെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും പ്രശ്നമാണ്, മാറി മാറി. അപ്പൊ മുന്നേ ഉള്ള കാര്യങ്ങൾ ചെയ്തു വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു സമയത്ത് അവർക്ക് മാറിയെന്ന് തോന്നാനുള്ള കാരണം കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഞാൻ തെറ്റുകാരിയാണെന്ന് പറഞ്ഞു പരത്താനാണല്ലോ. അപ്പൊ ആ ഒരു ചിന്ത എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ നിൽക്കട്ടെ. അടുത്തത് എന്ന് പറയുമ്പം ഒരു കല്യാണം കഴിഞ്ഞ ആൾക്കാരെ ഫ്രീ ആയി വിടുക, അവർക്ക് ചിന്തിക്കാൻ ഒരു ഇടം കൊടുക്കുക, സ്പേസ് കൊടുക്കുക. അവരെ ലൈഫിൽ കയറിയിട്ട് എന്തും പറയാം എന്തും ചെയ്യാന്നുള്ള ഒരു ഇത് നിർത്തുക. കാരണം എപ്പോഴും എല്ലാവരും മിണ്ടാണ്ടിരിക്കില്ല, പ്രതികരിക്കും. ഞാനായാലും ഏത് ആൾക്കാരായാലും തെറ്റ് കണ്ട പ്രതികരിക്കണം. അങ്ങനെയാണ് എൻ്റെ നിലപാട്. അപ്പൊ കേട്ട് മിണ്ടാണ്ടിരുന്നിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് മുന്നോട്ടേക്ക് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരാള് ഞങ്ങളെ അടിച്ചമർത്താൻ നോക്കുമ്പോൾ ഞങ്ങൾ അതിൽ തളർന്ന് ഞങ്ങൾ പോവുകയാണെങ്കിൽ എന്തർത്ഥമുള്ള ജീവിതത്തിൽ? ഒരർത്ഥമില്ല. കാരണം ഞങ്ങള് അടിപൊളിയായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല ഞങ്ങളെ ചുറ്റുമുള്ളത്. അത് നന്നായിട്ട് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങള് എങ്ങനെ വേണോ ജീവിച്ചോട്ടെ, അതായത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പോവാണ്ട് സ്വന്തം കാര്യങ്ങൾ ചിന്തിച്ചു നോക്ക്. ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രം ആലോചിച്ച് നോക്ക്. സമാധാനത്തോടെ ഞങ്ങൾക്ക് ജീവിക്കാം. ഇത് മറ്റുള്ള ആൾക്കാരുടെ വീട്ടിലെ കാര്യങ്ങളും കൂടെ ചിന്തിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഈ പ്രശ്നം വരുന്നത്. അത് ഞങ്ങൾക്കല്ല, ഈ പറയുന്നവർക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അതായത് അവരെന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. നാട്ടുകാരുടെ കാര്യം ചിന്തിക്കണം, വീട്ടുകാരുടെ കാര്യം ചിന്തിക്കണം, കുടുംബക്കാരുടെ കാര്യം ചിന്തിക്കണം, അവരെ ഫാമിലി ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ, അതായത് അതിൽ വരുന്ന പ്രശ്നങ്ങൾ ചിന്തിക്കണം, അതിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം. എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് അതിന്റെ പിറകെ, ആലോചിച്ച് നോക്ക്. അപ്പൊ അതിലൊന്നും ആവശ്യമില്ല. ഞങ്ങളെ പാടായി. അതായത് ഞങ്ങൾ വീട്ടുകാർ ഞങ്ങളെ കൂടെ ഉണ്ടെങ്കിൽ, ഞങ്ങൾക്ക് സപ്പോർട്ടായി നിൽക്കുന്നുണ്ടെങ്കിൽ, അതായത് ഇവിടെ എനിക്ക് ഒരു പ്രശ്നമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടന്റെ വീട്ടിലായാലും എൻ്റെ വീട്ടിലായാലും ഞങ്ങളെ അറിഞ്ഞു നിൽക്കുന്ന അമ്മമാരാണ് ഉള്ളത്, അമ്മമാരും അച്ഛന്മാരും അല്ലാണ് ഉള്ളത്. അപ്പോ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. എനിക്ക് നേരിട്ട് പറയണം ഉള്ള ആൾക്കാരോടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞ് ഇതാക്കാന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾ ആരും ഒരാളുടെ പോലെ ലൈഫിൽ കയറി ഇടപെടാനോ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയാനോ ഒന്നിനും പോകില്ല. ഇങ്ങോട്ടേക്ക് കയറി വന്ന് ചൊറിയുന്നത് എന്തിനാണെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്ങനെ ജീവിച്ചാലും കുറ്റം, സ്വന്തം കാര്യം നോക്കി ജീവിച്ചാലും കുറ്റം, നാട്ടുകാരെ നോക്കിയാലും കുറ്റം, എല്ലാത്തിനും കുറ്റം. അപ്പൊ പിന്നെ എന്തായാലും ആയിക്കോട്ടെ, പക്ഷെ മറുപടി പറയണല്ലോ. ആ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ ആയിരിക്കും അനുഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റില്. കാരണം എല്ലാവർക്കും അറിയാലോ, ഞങ്ങൾക്കിപ്പോ കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്നതോടെ പെണ്ണുങ്ങൾ ആണുങ്ങളെ മാറ്റിയെടുക്കാനോ ആണുങ്ങൾ പെണ്ണുങ്ങളെ മാറ്റിയെടുക്കാനോ ഒന്നിനും നിൽക്കുന്നില്ല. സ്വഭാവം തന്നാലെ ഓരോ ആളുടെ സ്വഭാവം പോലെ ഇരിക്കും മറ്റാൾ പെരുമാറുന്നത്. ഇപ്പൊ ഇവിടുന്ന് ഒരാൾ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അവിടുന്ന് ഒരാൾ കുറ്റം പറയുമല്ലോ. അപ്പൊ ഇവിടുന്ന് അത് മാത്രല്ല കേട്ടോ, ഇവിടുന്ന് ഒരാളെ കുറ്റം പറഞ്ഞിട്ട് നേരെ അയാളെ ആ കുറ്റം പറഞ്ഞ ആളെ തോളിൽ കയറ്റി നിൽക്കുന്ന ആൾക്കാരാണ് ഒരുപാടുള്ളത്. പക്ഷെ എനിക്കൊന്നും അങ്ങനെയല്ല. മനസ്സിലൊരു ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ, അതായത് അങ്ങനെ ഇങ്ങനെ ദേഷ്യമൊന്നും എനിക്ക് പിടിക്കാറില്ല. അപ്പോൾ മനസ്സ് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ അത് ഒഴിവാക്കി വിടാറില്ല. കറക്റ്റ് കൊടുക്കേണ്ട മറുപടി കൊടുത്തിട്ടേ വിടുള്ളൂ. കാരണം അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ കയറി ഇടപെടാൻ വരുന്നവരെ വെറുതെ വിടാൻ പാടില്ല. ഞങ്ങൾക്ക് ഒരു പ്രൈവസി ഉണ്ട്. ആ പ്രൈവസിയിൽ ഞാനും എൻ്റെ ഭർത്താവ് എന്ത് ചെയ്യണം എന്ത് ആക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാ, വേറെ ആരുമല്ല. അതിൽ കയറി ഇടപെടാൻ ആരും വരികയും വേണ്ട. ഓക്കെ. അപ്പം ഞാനിത് ഒരുപാട് ആൾക്കാരെ കൊള്ളിച്ച് പറയുന്നതാണൊക്കെ തോന്നും. ആ തോന്നാനുള്ള കാരണം അവർക്ക് മനസ്സിലുള്ളതുകൊണ്ടാണ്. ഓള് എന്നെ കൊണ്ട് തന്നെ പറയുന്നത്. അപ്പൊ എന്ത് ചിന്തിക്കണം, നോർമൽ ഒരാൾ കാണുന്നതാണെങ്കിൽ കുഴപ്പമില്ല. ഞങ്ങൾ കൊണ്ടൊന്നും പറയാണ്ട് നിൽക്കുന്ന ആളാണ് ഇത് കാണുന്നതെങ്കിൽ അവർ ചിന്തിക്കും, അവര് അങ്ങനെ വീഡിയോ ചെയ്യുന്നതല്ലേ, കുഴപ്പമില്ല എന്ന് ചിന്തിക്കും. പക്ഷെങ്കിൽ വേറൊരു കാര്യം, ഞങ്ങളെ കൊണ്ട് കുറ്റം പറയുന്ന ഒരാളാണ് കാണുന്നെങ്കിൽ അവർക്ക് എന്തായാലും കൊള്ളാൻ വേണ്ടി തന്നെയാണ് ഇടുന്നത്. ഞങ്ങളെ കൊണ്ട് കുറ്റം പറയുന്ന ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ എന്തായാലും കൊണ്ടിരിക്കും.
അയാൾ പറയുകയും ചെയ്യും, എന്താ അവൾ അങ്ങനെ ഒരു വീഡിയോ ഇട്ടത്, അയ്യോ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അവളെ കൊണ്ട് അങ്ങനെയൊന്നല്ല ഞങ്ങൾ വിചാരിച്ചിരുന്നത്, അവൾ നല്ല കുട്ടിയാന്നാ വിചാരിച്ചിരുന്നത്. ഞങ്ങളെ മാനവും മര്യാദയും കളഞ്ഞിട്ടല്ല ഞങ്ങൾ നല്ല കുട്ടി ആളാവേണ്ടത്. അപ്പൊ ഞങ്ങൾ പറയാനുള്ളത് സ്ട്രൈറ്റ് ഫോർവേഡ് പറഞ്ഞ് ഞങ്ങളെ കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ നന്നായി കാണുന്നുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി. എനിക്ക് അത്രയേ ഉള്ളൂ. ഓക്കെ, കമന്റ്.